വഴിയെടുത്ത് ചോദിച്ചോ, എളുപ്പം എളുപ്പം ചോദിച്ചോ. സിദ്ധാർത്ഥിന്ന് വിളക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓച്ചിറ അമ്പലത്തിൽ. എണ്ണയെല്ലാം ഒഴിക്കും, എല്ലാത്തിലും ഒഴിക്കും. സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിലാണ് ഞാനും സിദ്ധാർത്ഥും. ഇന്നിവിടെ നമ്മൾ മൊത്തം ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വിളക്ക് കത്തിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ഞാനും മോനും ഉണ്ട്. ഓച്ചിറ അമ്പലത്തിലാണിന്ന്. ഓച്ചിറ അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മൊത്തം. അപ്പോൾ ഓച്ചിറ അമ്പലത്തിൻ്റെ ചുറ്റുവിളക്കും, ഇതുവരെ മഴയായിരുന്നു, ഇപ്പോൾ മഴ തോന്നിട്ടുണ്ട്. നമ്മളിന്നിപ്പോൾ വിളക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടിച്ച് ജോലി അതെല്ലാം ഒന്ന് ചെയ്യട്ടെ. വാ, കാളയൊക്കെ ഇയാൾ മുമ്പേയാണ്, ഓച്ചിറ കിഴക്കേ നടയാണിത്. കാളകൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവരെ തൊട്ട് വഴുതാണ് ആ തൊട്ട് കയറുന്നത്. ഇത് കൗണ്ടർ, വഴിപാട് കൗണ്ടർ. ആൾരൂപമൊക്കെ ഇത് ഓച്ചിറയിലെ ഒരു ഐതിഹ്യമാണ്. ആൾരൂപമാണ്. നമുക്ക് എന്ത് അസുഖം വന്നാലും അവയവങ്ങളെല്ലാം മേടിച്ചു വെക്കാം. ആളുടെ മൊത്തം രൂപമുണ്ട്, അതും വാങ്ങി വെച്ച് നമ്മൾ തലകുഴിഞ്ഞ് വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നേർച്ച. ഇടക്കാലത്ത് വെച്ച് ഭിക്ഷാടനമൊക്കെ നിർത്തിയതാണ്. ഓച്ചിറ അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിൽ ഭിക്ഷാടനം വേണമെന്നാണ്. പിന്നെ അത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഭിക്ഷാടനമൊക്കെ ഇപ്പോഴുണ്ട്. ഇടയ്ക്ക് വെച്ച് നേരത്തെ ഇരുന്ന ഭരണസമിതിക്കാർ അതെല്ലാം നിർത്തിയതാണ്. പക്ഷേ ഓച്ചിറ അമ്പലത്തിൽ ഇത് വേണം എന്നാണ്, നിർബന്ധമാണ്. ഐതിഹ്യം അങ്ങനെയാണ് പറയുന്നത്. നമ്മളിന്ന് കൽവിളക്കെല്ലാം ഇന്ന് തിരിയിട്ട് കത്തിക്കാനായിട്ട് എന്നതാണ്. കൈ നോക്കി ഫലം പറയുന്നവരൊക്കെ ഉണ്ട്. പടിഞ്ഞാറ അമ്പലമാണ്, പടിഞ്ഞാറ നടയാണിത്. നമുക്ക് ഓച്ചിറ മെയിനായിട്ട് രണ്ട് ആൽത്തറയാണുള്ളത്, കിഴക്കേ നടയും പടിഞ്ഞാറേ നടയും. പിന്നെ ഒണ്ടിക്കാവ്, അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ എടുത്തിട്ടുണ്ട്, എടുത്തു എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓച്ചിറയെ പറ്റി ഒന്നറിയണ്ടേ. ഓച്ചിറയെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതേപോലെ ഒരു അമ്പലം ലോകത്തൊരിടത്തും ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു ക്ഷേത്രത്തില ഒരു ഉത്സവം, അതല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠാ വാർഷികം എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഉത്സവം കാണാറുണ്ട്. പക്ഷേ നമ്മുടെ ഓച്ചിറ അമ്പലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 4 ഉത്സവമാണ്. 4 പ്രധാനപ്പെട്ട 4 ഉത്സവമാണ് ഓച്ചിറ അമ്പലത്തിലുള്ള. അതും നല്ല തിരക്കിൽ ജനങ്ങൾ വന്ന് മറിയുന്ന രീതിയിലുള്ള
4 ഉത്സവമാണ് നമ്മുടെ ഓച്ചിറ അമ്പലത്തിലുള്ളത്. ആദ്യം ഒരു വർഷം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് വൻ ജനങ്ങളാണ് ഇവിടെ വന്ന് മറിയുന്നത്. ശിവരാത്രി ഒരു ദിവസത്തെ ഒരു ഉത്സവമാണ്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ മിഥുനമാസത്തിൽ ഓച്ചിറക്കളിയാണ്. 1, 2 തീയതികളിൽ ഓച്ചിറക്കളി. അന്ന് ആശാന്മാരും ശിഷ്യന്മാരും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടുന്ന ഓച്ചിറക്കളി ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥമൊക്കെ ഓച്ചിറക്കളിക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. സിദ്ധാർത്ഥ ഓച്ചിറക്കളി കളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥമൊക്കെ കഴിഞ്ഞ വർഷം ഓച്ചിറക്കളിക്ക് പങ്കെടുത്ത ആൾക്കാർ. അപ്പം ഓച്ചിറക്കളി കഴിഞ്ഞ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണം കഴിഞ്ഞ് പിന്നെ കന്നിയിലെ തിരുവോണത്തിന് ഇവിടെ 28-ാം ഓണമുണ്ട്. 28-ാം ഓണത്തിന് വരുന്ന ജനങ്ങളുടെ കണക്ക് പോലും ഒരു തിട്ടം വെച്ചാണ് പറയുന്നത്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ആ രീതിയിലുള്ള തിരക്ക് വരുന്ന ഒരു ഇതാണ് തോന്നുന്നു. 28-ാം ഓണം ഇത് ഓച്ചിറക്കളി നടക്കുന്ന തഴിക്കണ്ടമാണിത്. ഇപ്പോൾ കാടൊക്കെ കയറി കിടക്കുവാണ്. ഓച്ചിറക്കളിക്കെല്ലാം വൃത്തിയാക്കിയതാണ്. ഇത് തഴിക്കണ്ടത്തിലാണ് ഓച്ചിറക്കളി നടക്കുന്നത്. ഓങ്കാരത്തിൻ്റെ ഫ്രണ്ടിലുള്ള തഴിക്കണ്ടത്തിലാണ് ഈ ഓച്ചിറക്കളി നടക്കുന്നത്. അതിനുശേഷം 28-ാം ഓണം ഇപ്പോൾ വരാനിരിക്കും. ഇനി ഒരു 10-20 ദിവസമുള്ളൂ 28-ാം ഓണത്തിന്. അപ്പോൾ 28-ാം ഓണം കഴിഞ്ഞ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസത്തിലെ വൃശ്ചികം 1 മുതൽ 12 ദിവസത്തെ ഉത്സവം. അങ്ങനെ 4ാമത്തെ ഉത്സവമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വർഷത്തിൽ 4 ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം എനിക്ക് എൻ്റെ അറിവിലെങ്ങുമില്ല. എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ആദ്യമായിരിക്കും ഒരു ക്ഷേത്രത്തിൽ ഒരു വർഷത്തിൽ 4 ഉത്സവമാണ്. 4 പ്രാധാന്യമുള്ള 4 ഉത്സവമാണ് ഒരു വർഷത്തിൽ നടക്കുന്നത്. അത് ഈ ഓച്ചിറ അമ്പലത്തിലേ ഉള്ളു. വേറെ നമ്മൾ കേട്ടറിവ് പോലും ഇല്ല. വേറെ ഏതാ ക്ഷേത്രം എടുത്ത് നോക്കിയാലും ഒരു ഉത്സവം, അതല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠാ വാർഷികം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയും കൂടെ കാണും. പക്ഷേ ഇവിടെ അതല്ല. 4 പ്രധാനപ്പെട്ട, ഇതിൽ ഏതാണ് ഇവിടെ പ്രധാനമെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള 4 ഉത്സവമാണ്. ഒരു വർഷത്തിൽ 4 ഉത്സവമാണ് നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ നടക്കുന്നത്. സിദ്ധാർത്ഥ് വിളക്കിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കുഴഞ്ഞു വന്നിരിക്കും കേട്ടോ. ഇത് ഓച്ചിറ അമ്പലത്തിൻ്റെ വടക്കേ കണ്ടമാണ്. ഓച്ചിറക്കളി ഇതിനകത്തും ആശാന്മാരും ശിഷ്യന്മാരും ഇറങ്ങി കളിക്കാറുണ്ട് കേട്ടോ. ഓച്ചിറ മൊത്തം ഉള്ള സ്ഥലങ്ങളും ഓച്ചിറക്കളിക്ക് 28-ാം ഓണത്തിന് വൃശ്ചികത്തിന് മൊത്തം സ്ഥലവും പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഇവിടെ കുടിൽ കുറച്ച് കുറവായിരിക്കും വൃശ്ചികത്തിൽ. ഇവിടെ പാർക്ക് വന്നിട്ടുണ്ട്. പാർക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. പാർക്ക് വന്നിട്ടുണ്ട് ഓച്ചിറ അമ്പലത്തിൽ. പിള്ളേർക്കൊക്കെ വന്ന് വൈകുന്നേര സമയങ്ങളിൽ വന്ന് ഇരിക്കാനുള്ള ഒരു ഇടത്താവളം പോലെ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വന്ന് താമസിക്കാനുള്ള സ്ഥലമാണ് ഇത്. സത്രമാണ്. പിന്നെ ഇതിനേക്കാളും ഇച്ചിരിയും കൂടെ ഹൈടെക്കായിട്ടുള്ള ഓംകാരമുണ്ട്. ഓംകാരം സിദ്ധാർത്ഥ ഓച്ചിറക്കളി നടക്കുന്ന തഴിക്കണ്ടത്തിൻ്റെ സ്റ്റെപ്പിൽ ഇറങ്ങി നിൽക്കുവാണ്. ഈ കുളത്തിൽ നിറയെ താമരയാണ് ഉള്ളത്. താമരയുണ്ട്, ആമ്പലും ഉണ്ട് കേട്ടോ. താമരയുണ്ട്, ആമ്പലും ഉണ്ട്. അപ്പം നമ്മൾ ഓച്ചിറ അമ്പലത്തിൻ്റെ ചിറ കാണാം. എല്ലാവരും കുളിക്കുന്നത് ഇവിടെയാണ്. കൽച്ചിറയുണ്ട് ഇവിടെ എന്നുള്ള പാട്ടിനകത്ത് ചിറ ഇതാണ്. അപ്പോൾ സിദ്ധാർത്ഥൊക്കെ ഇവിടെ ഓച്ചിറ കളിക്കിനകത്ത് ഇറങ്ങി കിടന്ന് മറിഞ്ഞതാണ്. വെള്ളം കുറച്ച് കുടിച്ചതാണ് സിദ്ധാർത്ഥൊക്കെ, അല്ലയോ സിദ്ധാർത്ഥ? വെള്ളം കുടിച്ചായിരുന്നോ സിദ്ധാർത്ഥ്? ഓച്ചിറ കളിക്കിനകത്ത് ഇറങ്ങി കിടന്ന് മറിഞ്ഞപ്പോൾ വെള്ളം കുടിച്ചായിരുന്നോ? കുടിച്ചോ? ആ, ഇതാണ് ഓച്ചിറ കൽച്ചിറ. ഇപ്പം തീർത്ഥാടകർക്കൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടിയുള്ളതാണ് ഓംകാരം. ഇത് 100 റൂമുണ്ട് ഇതിനകത്ത്. വൃശ്ചിക മാസത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ റൂം കിട്ടാൻ വലിയ പാടാണ്. അത് സ്ഥിരമായിട്ട് ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. ഈ വർഷം പോകുമ്പോഴേ അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ കുത്തകയായിട്ട് വെച്ചേക്കുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് വൃശ്ചിക മാസത്തിൽ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ. പിന്നെ പടിഞ്ഞാറ് അമ്പലത്തിൻ്റെ തെക്കുവശത്താണ്. ഇതാണ് തഴിക്കണ്ടം. ഓച്ചിറക്കളി നടക്കുന്ന മെയിൻ
കണ്ട ഇതാണ്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കും. ഇപ്പോൾ ആമ്പലും താമരയൊക്കെ ഉള്ളതെല്ലാം പറിച്ച് കളഞ്ഞ് നല്ലപോലെ മോട്ടറൊക്കെ വെച്ച് വെള്ളം അടിച്ച് പറ്റിച്ച് വൃത്തിയാക്കിയിട്ടാണ് ഓച്ചിറക്കളി നടത്തുന്നത്. എന്താ പറയും, നീ ഓച്ചിറക്കളിക്ക് ഇവിടെ എല്ലാം കടന്ന് തുള്ളിച്ചാടിയല്ലയോ? ഇങ്ങനെയുണ്ട് സിദ്ധാർത്ഥ. ഇപ്പോൾ മൊത്തം ആമ്പലും ഇതുമൊക്കെ പിടിച്ച് താമരയൊക്കെ കണ്ട. അന്നെല്ലാം വൃത്തിയാക്കിയായിരുന്നു, ഇപ്പോൾ പിടിച്ച് കാട് പോലെ ആയില്ലേ? നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വിളക്ക് എല്ലാം കത്തിച്ചോണ്ടിരിക്കുക കേട്ടോ.